ഭാര്യയോട് ഇരിക്കുന്നുണ്ട്. ഭാര്യയുടെ ജ്യേഷ്ഠൻ, അതായത് മൂത്തമ്മയുടെ മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ധൈര്യത്ത് മരിച്ച് മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ എല്ലാ ആൾക്കാരും നാട്ടിലെ പ്രമുഖരെല്ലാം നാട്ടിലുള്ളത് കേരള ലോകസഭയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അവസാനം പേപ്പർ വർക്കുകളെല്ലാം നിന്നു, ഒന്നും നടക്കാത്ത സാഹചര്യത്തിലാണ് ഞാൻ സലാംക്ക് വിളിക്കുന്നത്. സലാംക്ക് വിളിച്ച സമയത്ത് സലാംക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ഫർസാൻ എടുത്ത് പറഞ്ഞു, ഉടൻ നിഹാസിന് എന്റെ കൂടെ അയച്ച് ഒറ്റൊരു കാര്യം പറയണം. ആ നിഹാസ് 2 ദിവസം ഫുൾ ടൈം എന്റെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു. കാരണം സലാംക്ക് പറഞ്ഞു അത്രമാത്രം ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടാണ്. പക്ഷെ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ അവിടെ തന്നതിൽ ഒരുപാട് സന്തോഷം. സലാംക്ക സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അങ്ങേ സലീംകയുടെ ഈ ഒരു ഗോൾഡൻ വിസ മൊമെന്റിൽ. നമസ്കാരം. നമ്മുടെ അബു സലീംക, അതോടൊപ്പം ഡോക്ടർ അർഷദ് സാദി, ആഷിഫ് ബപ്പൻ, അതോടൊപ്പം ഷെഫീൽക്ക, അതോടൊപ്പം തന്നെ എല്ലാവരുടെ പേരും എനിക്കെടുത്ത് പറയണമെന്നുണ്ട്. ബ്ലോഗേഴ്സ് ഉണ്ട്, ടിക്ടോക്കിലുള്ളവരുണ്ട്, രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുന്നവര്, സാമൂഹിക പ്രവർത്തകര്, എല്ലാവരും നമ്മളുടെ ഈ വേദിയിലും സദസ്സിലുമായിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേര് എടുത്തു പറഞ്ഞത് മാത്രമേ നിങ്ങൾ കരുതണം മനസ്സിൽ. കാരണം ഇതൊരു സന്തോഷം പങ്കിടാൻ വേണ്ടി നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ, അതായത് നമ്മളുടെ നാട്ടിൽ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന സലീംക UAE ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, ഇദ്ദേഹം UAE ജോലി ചെയ്യുന്ന ഒരാളല്ല, നാട്ടില് കലാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിനിമാ പ്രവർത്തകൻ. അപ്പൊ അദ്ദേഹത്തിന് UAE ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആദരവ് പോലെ, അതൊരു ആദരവായിട്ട് നമുക്ക് കാണാം, അത് വലിയൊരു കാര്യമായിട്ട് കാണാം. അങ്ങനെ UAE ഗവൺമെന്റ് 10 വർഷത്തെ വിസ നൽകിക്കൊണ്ട് ആദരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവര്, ഇതിനു വേണ്ടി ബയോഡാറ്റ ഉണ്ടാക്കിയവര്, അതിന് നമ്മളുടെ ഷാനിദിന് നമ്മള് അഭിനന്ദിച്ചാലും, അതായത് എല്ലാവിധ ആശംസകളും സലീംകക്ക് നേരുന്നു. Yeah.